ജഗ്ദീപ് ധൻഖർ ഒരു വലിയ അട്ടിമറിക്ക് നീക്കം നടത്തിയതുകൊണ്ടാണ് ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെക്കേണ്ടി വന്നത് സമ്മർദ്ദത്തെ തുടർന്ന്. അങ്ങനെ കേൾക്കുന്നില്ല. ഏറ്റവും പുതിയ വിവരങ്ങൾ അങ്ങനെയാണ്. മോദി സർക്കാരിനെ, മൂന്നാം മോദി സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി വന്നാൽ അട്ടിമറിക്കാൻ ജഗദീപ് ധൻഖർ എന്ന ഉപരാഷ്ട്രപതി രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രത്യക്ഷമായും പരോക്ഷമായും ശ്രമിച്ചു. അതേ തുടർന്ന് അദ്ദേഹത്തെ പുറത്താക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിച്ചു. പുറത്താക്കാൻ ഇംപീച്ച്മെൻറ്റ് കൊണ്ടുവരും, അതിനു മുമ്പ് രാജിവെച്ചോ എന്ന് പറഞ്ഞ് കടുത്ത നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് ജഗദീപ് ധൻഖർ ഉപരാഷ്ട്രപതി സ്ഥാനം നാടകീയമായി രാജിവെച്ചതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അതായത് നമ്മൾ ആലോചിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആർട്ടിക്കിൾ 63 പ്രകാരം, ഭരണഘടനയുടെ അനുച്ഛേദം 63 പ്രകാരം വെറും ഒരു അലങ്കാര പദവിയാണ് ഉപരാഷ്ട്രപതി. ഉപരാഷ്ട്രപതി ഒരു അധികാരമില്ല. പ്രധാനമന്ത്രി എക്സിക്യൂട്ടീവ് അധികാരിയാണ്. രാജ്യത്തിൻ്റെ കേന്ദ്ര ക്യാബിനറ്റിൻ്റെ അധികാരങ്ങൾ മുഴുവൻ വിനിയോഗിക്കുന്ന ചാലകശക്തി പ്രധാനമന്ത്രിയാണ്. രാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ ഭരണഘടനാ തലവനാണ്. പക്ഷേ കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം മാത്രം പ്രവർത്തിക്കാനുള്ള അവകാശമാണ് രാഷ്ട്രപതിക്കുള്ളത്. ആർട്ടിക്കിൾ 63 പ്രകാരമുള്ള ഉപരാഷ്ട്രപതി പദവിയിലിരിക്കുന്ന ആളുടെ ഒരു പ്രധാനപ്പെട്ട അധികാരം എന്ന് പറയുന്നത് രാജ്യസഭയുടെ അധ്യക്ഷനാവുക എന്നത് മാത്രമാണ്. ഇനി ഏതെങ്കിലും കാരണവശാൽ പ്രസിഡന്റ് ഇല്ലാതായാൽ, രാജിവെക്കുകയോ മരണപ്പെടുകയോ ചെയ്താൽ പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നവരെ പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കാം. ഇതാണ് ഉപരാഷ്ട്രപതി. അല്ലാതെ ഉപരാഷ്ട്രപതിക്ക് രാജ്യത്തൊരു പ്യൂണിനെ നിയമിക്കാൻ പോലുള്ള അധികാരമില്ല. ഞാനിത് പ്യൂണിനെ നിയമിക്കാൻ പോലും അധികാരമില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം വെറുതെ സാങ്കേതികമായി പറഞ്ഞത് മാത്രമല്ല, ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ടൊരു നിയമനത്തിൻ്റെ കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അത് ഞാൻ അവസാനം പറയാം. ഇപ്പോൾ നമുക്ക് രാജ്യസഭയിൽ ഈ പറയുന്ന പോലെ ജസ്റ്റിസ് വർമ്മ ഇംപീച്ച് ചെയ്യാനുള്ള പ്രമേയം വരുന്നു. 63 പ്രതിപക്ഷ എം പിമാർ ഒപ്പിട്ട പ്രമേയമാണ് വരുന്നത്. ലോക്സഭയിൽ ഈ പ്രമേയം വരാൻ പോവുകയാണ്. 100ഓളം എം പിമാർ പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും ഒപ്പിടുന്ന പ്രമേയം ലോക്സഭാ സ്പീക്കർ പരിഗണിക്കാൻ ഇരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന് രാജ്യസഭയിലും പ്രമേയം അനുവദിക്കണമെന്ന് താല്പര്യമുണ്ടെന്ന് ജഗദീപ് ധൻഖറിന് കൃത്യമായിട്ടറിയാം. പക്ഷേ ജഗദീപ് ധൻഖർ എന്ത് ചെയ്യുന്നറിയാമോ? ലോക്സഭയിൽ ഈ പ്രമേയം പ്രോസസ്സ് ചെയ്യും മുമ്പ് കോൺഗ്രസ് അടങ്ങുന്ന ഇന്ത്യ മുന്നണി കൊടുത്ത നോട്ടീസുകൾ അംഗീകരിച്ചു. എന്ന് പറഞ്ഞാൽ ലോക്സഭയെക്കാളും വലുത് രാജ്യസഭയാണ്, പ്രതിപക്ഷത്തിൻ്റെതും മതി തനിക്ക് എന്ന് തീരുമാനിച്ച് താൻ പ്രതിപക്ഷത്തിൻ്റെ കൂടെയാണ് എന്ന് ഒരു സന്ദേശം കൊടുത്തു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏറ്റവും അവസാനത്തെ കാര്യങ്ങളിലൊന്ന്. രണ്ടാമത്തെ കാര്യം, അതാണ് സങ്കീർണമായ കഴിഞ്ഞ ഡിസംബറിൽ നടന്നതാണ്. കഴിഞ്ഞ ഡിസംബറിൽ കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ്. ആ മീറ്റിങ്ങിൽ വെച്ച് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ അതിനിശിതമായി കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചു. ഇത് പറഞ്ഞു, എനിക്ക് വലിയ അതൃപ്തിയുണ്ട്, കർഷകരുടെ പ്രക്ഷോഭം കാണുന്നില്ലേ, കർഷകർക്ക് വേണ്ടി ഈ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നു പറഞ്ഞ് അതിനിശിതമായി കേന്ദ്ര കൃഷി മന്ത്രി ഇരിക്കെ ജഗദീപ് ധൻഖർ ആഞ്ഞടിച്ചു. അതിനുശേഷം പ്രധാനമന്ത്രിയെയും ശിവരാജ് സിംഗ് ചൗഹാനോടൊക്കെ ക്ഷമ പറഞ്ഞു. താനിങ്ങനെ ആവർത്തിക്കത്തില്ല, വികാരം കൊണ്ട് പറഞ്ഞതാണെന്ന് ഇയാൾ പറയുകയുണ്ടായി. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് ബോധ്യപ്പെട്ടിരിക്കുന്നത്, രാജിവെക്കും മുമ്പ് ജഗദീപ് ധൻഖർ ഒരു ദീർഘമായ ഫോൺ സംഭാഷണം നടത്തി. ആ ഫോൺ സംഭാഷണം നടത്തിയത് ജയറാം രമേശുമായിട്ടായിരുന്നു. ഏതാണ്ട് 40 മിനിറ്റോളം ജയറാം രമേശ് എന്ന് പറഞ്ഞ AICC ജനറൽ സെക്രട്ടറി, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ വിമർശകനായി, രാഹുൽ ഗാന്ധിയുടെ മൈക്കായിട്ടും കോടാലിയായിട്ടും പ്രവർത്തിക്കുന്ന ജയറാം രമേശുമായിട്ടാണ് രാജിവെക്കുന്നതിന് മുമ്പ് ജഗദീപ് ധൻഖർ ദീർഘമായി സംസാരിച്ചത്. എന്തായിരുന്നു? അദ്ദേഹം BJPയുടെ ഒരു നേതാവിനോട്, BJPയുടെ ഒരു MP യോട്, BJPക്കാരനല്ലേ, അവരോട് ആരോടും സംസാരിച്ചില്ല. പിന്നെ BJP ഈ പറയുന്ന രാഷ്ട്രീയമായ അത്ര വലിയ പ്രതിച്ഛായയോ അത്ര വലിയ സ്വാധീനമോ അത്ര വലിയ പാരമ്പര്യമോ ഉള്ള ആളൊന്നുമല്ല ജഗദീപ് ധൻഖർ. ഒരു സംസ്ഥാനത്തെ ഗവർണറായിരുന്ന ആളെ മോദി നേരെ കൊണ്ടുവന്ന് ഉപരാഷ്ട്രപതിയാക്കുമായിരുന്നു. അദ്ദേഹം സുപ്രീം കോടതിയിലെ പ്രമുഖനായ അഭിഭാഷകനായിരുന്നു, അത് ശരിയാണ്. ഏതായാലും അങ്ങനെ കൊണ്ടുവന്നു. അയാൾ കുറേ കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന നടപടികൾ കേന്ദ്ര സർക്കാർ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ നേതാവ്, ആം ആദ്മി പാർട്ടിയുടെ കൺവീനർ മാത്രമാണ് അരവിന്ദ് കെജ്രിവാൾ. അല്ല, ഒരു പദവിയില്ല. അരവിന്ദ് കെജ്രിവാളിനെ ജഗദീപ് ധൻഖർ രാജിവെക്കുന്നതിന് മുമ്പുള്ള ഞായറാഴ്ച സ്വന്തം വീട്ടിലേക്ക് ക്ഷണിച്ച് ദീർഘമായി ചർച്ച നടത്തി. ഉപരാഷ്ട്രപതിയുടെ വീട്ടിലേക്ക് നിരന്തരം പ്രതിപക്ഷ നേതാക്കളെ ക്ഷണിക്കുന്നു. BJP നേതാക്കന്മാരെയല്ല,
പ്രതിപക്ഷ നേതാക്കളെ നിരന്തരം ക്ഷണിക്കുന്നു. എന്തിന്? ഈ പാർലമെന്റ് മൺസൂൺ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് ജഗദീപ് ധൻഖറും ഖാർഗെയും തമ്മിലൊരു കൂടിക്കാഴ്ച നടന്നു. ഈ കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ വീഡിയോ ജയറാം രമേശ് എക്സിലും സോഷ്യൽ മീഡിയയിലും പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനുശേഷമാണ് കേന്ദ്ര സർക്കാരിന് ജസ്റ്റിസ് വർമ്മയെ ഇംപീച്ച് ചെയ്യാൻ താല്പര്യമുണ്ട്, അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിന് BJP എംപിമാർ ഒപ്പിട്ട പ്രമേയം വരുമെന്ന് അറിയാമായിരിക്കെ കോൺഗ്രസിൻ്റെയും സഖ്യകക്ഷികളുടെയും പ്രമേയം മാത്രം സ്വീകരിച്ച് ലോക്സഭ നടപടി ആരംഭിക്കും മുമ്പ് ജഗദീപ് ധൻഖർ രാജ്യസഭയിൽ ആ പ്രമേയത്തിന് അനുമതി കൊടുത്തു. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ കുറേ നാളായി ജഗദീപ് ധൻഖർ അണിയറയിൽ കുറച്ച് പ്രവർത്തനം കോൺഗ്രസിൻ്റെ മുന്നണിയുടെ പ്രതിപക്ഷത്തിൻ്റെ ആളായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. ഇയാൾ ഭയന്നു പോയി. കാരണം ഇയാൾ എടുക്കുന്ന കടുത്ത നിലപാടുകളിൽ അതൃപ്തി പ്രകടിപ്പിച്ചിട്ട് ഇയാളെ അപമാനിക്കുകയും ഇയാൾ നടക്കുന്ന പോലെ മിമിക്രി നടത്തി കളിയാക്കുകയൊക്കെ ചെയ്തിരുന്നു ഇന്ത്യ മുന്നണിയുടെ MLA-മാർ. അതിനുശേഷം ഇയാളെ ഇംപീച്ച് ചെയ്യുമെന്ന് കോൺഗ്രസ് പറഞ്ഞു. ഇന്ത്യ മുന്നണി അതിനുള്ള ചില നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അതേ തുടർന്ന് ഇയാൾ ഭയന്നു പോവുകയും നേരെ പ്രതിപക്ഷത്തിൻ്റെ ആളായി മാറുകയും ചെയ്തു എന്നാണ് കേന്ദ്ര സർക്കാർ മനസ്സിലാക്കിയത്. അത് മാത്രമല്ല, ഈ രാജ്യസഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് അധ്യക്ഷൻ്റെ റോള് നിർണായകമാണ്. ഏതെങ്കിലും കാരണവശാൽ ഒരു ബില്ല് അവിടെ പരാജയപ്പെട്ടാൽ സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാവും. ചിലപ്പോൾ ലോക്സഭയിലാണ് ചിലപ്പോൾ സർക്കാർ രാജിവെക്കേണ്ട അവസ്ഥ വരെ ഉണ്ടാവും. പാർലമെൻറ്റിൽ ഈ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നവരല്ല രാജ്യസഭാംഗങ്ങൾ. അവർക്കാണ് കൂടുതൽ അധികാരം. ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളായ ലോക്സഭാ അംഗങ്ങളെക്കാൾ കൂടുതൽ പവർഫുൾ രാജ്യസഭാ അംഗങ്ങളാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ്, അല്ലെങ്കിൽ രാജ്യസഭാ ഉപാധ്യക്ഷനായ താൻ ഒരു വലിയ അതോറിറ്റിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഇംപീച്ച്മെൻറ്റ് പ്രമേയത്തിനുള്ള നോട്ടീസ് പ്രതിപക്ഷത്തിൻ്റെ മാത്രം വാങ്ങിക്കൊണ്ട് ജഗദീപ് ധൻഖർ നടപടിയെടുത്ത്. അതേപോലെ തന്നെ രാജ്യസഭയിൽ പ്രതിപക്ഷത്തിന് അനുകൂലമായ നിലപാടുകൾ എടുത്ത് ഒരു പക്ഷേ സർക്കാരിനെ വെള്ളം കുടിപ്പിക്കാൻ പ്രതിസന്ധി ഉണ്ടാക്കാൻ ജഗദീപ് ധൻഖർ ഒരു പക്ഷേ ഈ പാർലമെൻറ്റ് സെഷനിൽ തയ്യാറായേക്കുമെന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളും കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിലുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ കണക്കിലെടുത്തിട്ടാണ് വളരെ പെട്ടെന്ന് ഇയാളോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടതെന്നാണ് ഒരു സൂചന. അതുകൂടാതെ മറ്റു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പ്രധാനമന്ത്രി മോദി വിദേശ പര്യടനത്തിലാണ്. രാജ്യസഭാ അധ്യക്ഷൻ പെട്ടെന്ന് പാർലമെൻറ്റിൻ്റെ സെൻസസ് TV എന്ന് പറഞ്ഞൊരു ടെലിവിഷൻ ഉണ്ട്. സെൻസസ് TV, സഭാ നടപടികൾ കാണിക്കുന്ന ടെലിവിഷൻ. അതിൻ്റെ സെക്രട്ടറി ആൻഡ് ഇൻചാർജ് ആയിട്ട് ഒരു ജൂനിയർ ഓഫീസറെ നിയമിക്കാൻ രാജ്യസഭാ ഉപാധ്യക്ഷൻ തീരുമാനിക്കുന്നു. രാജ്യസഭാ ഉപാധ്യക്ഷന് രാജ്യത്തൊരു പ്യൂണിനെ പോലും, പ്യൂൺ എന്ന് പറഞ്ഞാൽ മോശമെന്നല്ല, ഏറ്റവും ലോവർ ഗ്രേഡിലുള്ള ഒരു ഒരു പൊസിഷൻ എന്ന നിലയിലാണ് പറഞ്ഞത്, പോലും നിയമിക്കാൻ അധികാരമില്ല. മറിച്ച് സെൻസസ് TVയുടെ തലവൻ, അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾ, ഭരണഘടനാ സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾ, UPSC, CBI തുടങ്ങിയ കാര്യങ്ങളുടെയൊക്കെ നിയമനങ്ങൾ നടത്തുന്നത് അപ്പോയിൻമെൻറ്റ്സ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റ് ACC എന്ന് പറയുന്ന ഒരു സമിതിയുണ്ട്. പ്രധാനമന്ത്രി അധ്യക്ഷനായി ആഭ്യന്തര മന്ത്രിയും ഒക്കെ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിയാണ് ACC. ACC ആണ് സെൻസസ് TVയുടെ തലവനെ തീരുമാനിക്കേണ്ടത്, രാജ്യസഭാ ടെലിവിഷൻ്റെ തലവനെ തീരുമാനിക്കുക. എന്നാൽ ജഗദീപ് ധൻഖർ രാജ്യസഭാ ഉപാധ്യക്ഷൻ എന്ന നിലയിൽ തനിക്ക് താല്പര്യമുള്ള ഒരാളെ നിയമിച്ച് ഉത്തരവിറക്കി. ഇത് വലിയ പ്രതിസന്ധിയായി. പ്രധാനമന്ത്രി ഇവിടെയില്ല. അവസാനം രാജ്യസഭാ അധ്യക്ഷന് നിയമവിരുദ്ധമായി ഇങ്ങനെ ഉത്തരവിറക്കിയ ഈ ഉദ്യോഗസ്ഥനോട് മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകൾ പറഞ്ഞു, ഒരു കാരണവശാലും നിയമനം സ്വീകരിക്കരുത്, രാജ്യസഭാ അധ്യക്ഷന് അതിനുള്ള അധികാരമില്ല, ഇയാൾ ലീവ് എടുത്തു പോ എന്ന് പറഞ്ഞ് ഈ ഉദ്യോഗസ്ഥനോട് പറയുന്ന സാഹചര്യം ഉണ്ടായി. അത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ഇത്തരം ചില കാര്യങ്ങൾ കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. അല്ലാതെ അദ്ദേഹം അധ്യക്ഷനായിരിക്കുമ്പോൾ രാജിവെച്ച അന്ന് സഭയിൽ പ്രതിപക്ഷം വലിയ ബഹളമുണ്ടാക്കി. നദ്ദ, രാജ്യസഭയിലെ സഭാ നേതാവായ BJPയുടെ സഭാ നേതാവ് കൂടിയായ ആഭ്യന്തരമന്ത്രിയും BJP അധ്യക്ഷനുമായി നദ്ദ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ബഹളം. നദ്ദ ഉടനെ പറഞ്ഞു, നിങ്ങൾ പറയുന്നതൊന്നും രേഖയിലുണ്ടാകത്തില്ല, ഞാൻ പറയുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ 3 തവണ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ രാജ്യസഭാ അധ്യക്ഷൻ ആണിത് പറയേണ്ടത്. രാജ്യസഭാ അധ്യക്ഷനായ ധൻഖറിനെ മറികടന്ന്, ഉപാധ്യക്ഷനായ ധൻഖറിനെ മറികടന്ന് രാജ്യസഭാ അധ്യക്ഷനായ ധൻഖറിനെ മറികടന്ന് നദ്ദ ഇത് പറഞ്ഞ് ഇൻസൾട്ടായി എന്നൊരു വ്യാഖ്യാനം ഉണ്ടായിരുന്നു. അത് ഇൻസൾട്ട് ചെയ്യാൻ തന്നെ പറഞ്ഞതാണെങ്കിലോ മനഃപൂർവ്വം. കാരണം സർക്കാർ ജഗദീപ് ധൻഖറിനെ രാജിവെക്കാനുള്ള നിർദ്ദേശം നൽകുമെന്ന് BJP അധ്യക്ഷന് അറിയാമല്ലോ.
സ്വാഭാവികം. ഉറപ്പായിട്ട് അറിയാം. ഇന്ന് വൈകിട്ട് ഇവരെ രാജിവെപ്പിക്കാൻ പോവാണ്. അതുകൊണ്ട് ഞാനങ്ങ് പറയാം, ഞാനങ്ങ് തീരുമാനിക്കുന്നു എന്ന തരത്തിൽ ഒരു ധാർഷ്ട്യം കാണിച്ചതാണെങ്കിലോ ആയിക്കൂടുന്നില്ല. കാരണം BJP അധ്യക്ഷൻ എന്തായാലും അറിയാം, ധൻഖറിനോട് രാജിവെക്കാൻ പറയും. രാജിവെച്ചില്ലെങ്കിൽ പുറത്താക്കും എന്ന് പറഞ്ഞു തന്നെയാണ് ഇത് ബംഗാളിലെ തൃണമൂൽ MP ആയ ഡെറിക് ഒബ്രയോൺ പറഞ്ഞിരുന്നു. അതായത് ജഗദീപ് ധൻഖർ സ്വമേധയാ ആരോഗ്യ കാരണങ്ങളാൽ രാജിവെച്ചതല്ല, മറിച്ച് രാജിവെക്കണം അല്ലെങ്കിൽ ഇംപീച്ച് ചെയ്ത് പുറത്താക്കുന്നുള്ള ഭീഷണിപ്പെടുത്തി രാജിവെപ്പിച്ചതാണത്. ഭീഷണിപ്പെടുത്തിയാണോ ഇല്ലയോ എന്നറിയില്ല. രാജിവെക്കണം, രാജിവെച്ച് പോകണം, ഇല്ലെങ്കിൽ അടുത്ത നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ ജഗദീപ് ധൻഖറിനോട് ആവശ്യപ്പെട്ട പ്രകാരമാണ് രാജി എന്നിപ്പോൾ ഏതാണ്ട് വ്യക്തമായി വരികയാണ്. അതിന് കാരണം എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിൻ്റെ കൈക്കോടാലിയായി മാറി മോദി സർക്കാരിനെ അട്ടിമറിക്കാനുള്ള കരുനീക്കങ്ങളുടെ ഭാഗമായി രാജ്യസഭാ അധ്യക്ഷൻ ഉപരാഷ്ട്രപതി മാറുന്നു എന്നുള്ള വിവരം കേന്ദ്ര സർക്കാരിന് ലഭിച്ചതിനെ തുടർന്നാണെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.